അമിത്ഷാ വന്ന് പ്രസംഗിച്ചു, രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചു, DK ശിവകുമാർ വന്ന് കുടുംബയോഗത്തിൽ പങ്കെടുത്തു. അങ്ങനെ നിരവധി കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കന്മാർ വന്നു. ഇവർ കുറെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നു എന്നല്ലാതെ ഈ 10 വർഷമായി ഇന്ന വികസന രംഗത്ത് പോരായ്മയുണ്ട്, ഇന്ന ക്ഷേമ രംഗത്ത് പോരായ്മയുണ്ട്, പ്രകടന പത്രികയിൽ 2016 പറഞ്ഞ 600 കാര്യങ്ങൾ, 2021 പറഞ്ഞ 900 കാര്യങ്ങൾ, അതിൽ ഇന്നത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ പരാതിയുണ്ട്, ഒരക്ഷരം അവർ ഉരിയാടുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഈ നീക്കത്തെ ജനങ്ങൾ തന്നെ ചെറുക്കും. അത് വഴിയേ അറിഞ്ഞോളൂ. മാത്രം വലിയ തെളിവുകൾ പുറത്തു വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയോ അതല്ലെങ്കിൽ LDFന്റെ കൺവീനറോ അതിലിങ്ങോട്ടേക്ക് ഇനി പോട്ടെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്ന നികേഷ് കുമാർ പോലും ഇതുവരെ പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പണം കൊടുത്തതിനെ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. എന്ത് ചെയ്യും? അല്ല, ബേപ്പൂർ മണ്ഡലത്തിലെ മാറാടിലെ ആരോപണം വളരെ വലിയ രസകരമായ ഒരു ആരോപണമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബൂത്ത് ഏജന്റ് ആയിട്ട് ഒരാൾ അയാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ അയാൾ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വേഗം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ബൈക്കിൽ കയറിയിട്ട് 400 നോട്ട് അദ്ദേഹത്തിന്റെ കടക്കകത്തോട്ട് എറിഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരാൾ ബൂത്ത് ഏജന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബൈക്കിൽ കയറിയിട്ട് പോകുന്ന ഒരു ബോംബാണ് എറിഞ്ഞത്. ബോംബായിരുന്നോ? 400 നോട്ട് ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടി എറിയുന്നു. എന്താണ് ഒരു ആരോപണം ഉന്നയിക്കും? കുറച്ച് വേണമെങ്കിൽ ഒരു 50,000 2 കെട്ട് വലിച്ചതെന്ന് വല്ലതും പറയണ്ടേ? 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ വന്ന് ബൂത്തിൽ കയറി ഇരിക്കുന്നൊക്കെ പറയാം. ഇത് ഫലത്തിനകത്തുള്ളതിനകത്ത് നമ്മൾ സാങ്കേതികമായിട്ടും അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ചുരുങ്ങിയ പക്ഷം നുണ പറയുമ്പോൾ നികേഷ് കുമാർ നന്നായിട്ട് നുണ പറയാൻ കുറച്ചുകൂടി പഠിക്കണം. ഒരു 2 50,000 കെട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ആരോപണത്തിനൊരു ക്രെഡിബിലിറ്റി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?